ഉണ്ട് മാനുണ്ട് 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 അതാ ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് തലക്കാവരിലാണ്. കഴിഞ്ഞ എപ്പിസോഡും അതിന് മുമ്പത്തെ എപ്പിസോഡും കണ്ടവർക്കറിയാം, ഞങ്ങളൊരു ചെറിയൊരു യാത്ര ഫാമിലി ട്രിപ്പാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കേരള ടു കർണാടക എന്ന ട്രിപ്പിൻ്റെ പേര്. അപ്പോൾ ഞങ്ങളിപ്പോൾ തലക്കാവരിലുണ്ട്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ തലക്കാവരിൻ്റെ മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അതിന് മുമ്പത്തെ എപ്പിസോഡും കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ ഞങ്ങൾ പോകുന്നത് മടിക്കേരി, മൈസൂർ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഞാൻ അച്ചു, വെൽക്കം ടു അച്ചു ജാസ് ബ്ലോഗ്സ്. അങ്ങനെ നമ്മൾ മടിക്കേരി ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് എവിടെന്നെങ്കിലും ഒരു നല്ലൊരു ഹോട്ടലിൽ റൂം എടുക്കണം, നല്ല ഫുഡ് കഴിക്കണം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. റെസ്റ്റോറൻറ്റിൽ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. സ്റ്റാഫ് പോലും ഇല്ലെന്ന് തോന്നുന്നു. നമ്മൾ മടിക്കേരിയെത്തി ഒരു ഹോട്ടൽ റൂം എടുത്ത്, സാധാരണ റൂം, പഴയ റൂമാണ്. ഇപ്പോൾ ഞങ്ങൾ 3 കുട്ടികളും അങ്ങനെ 2 പേരുണ്ടല്ലോ, അതുകൊണ്ട് 2 ബെഡ്, ടോട്ടൽ 4 ബെഡ് ചെറുത്. പിന്നെ ഇവിടെ ഇരിക്കാനൊരു 3 ചെയർ ഇട്ടിട്ടുണ്ട്. അതുപോലെ TV ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു സെറ്റപ്പുണ്ട്. പിന്നെ ബാത്റൂം, അത്യാവശ്യം വലിയ ഇതൊന്നുമല്ല, സാധാരണ ഉള്ള ബാത്റൂം. കുഴപ്പമില്ല. നാളെ രാവിലെ വരല്ലേ, അങ്ങനെ ചെറിയൊരു റൂം എടുത്തിട്ടുണ്ട്. ഷാനിവിടെ റെസ്റ്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ നമുക്ക് അങ്ങനെ ഫുഡ് കഴിച്ചു. ഇനിയിപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ. അങ്ങനെ ഇതാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ച ഹോട്ടൽ. അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നേരെ അങ്ങ് മേലൊരു ഗാർഡൻ പാർക്കുണ്ട്, അടുത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഓക്കെ. അങ്ങനെ ഞങ്ങൾ ഈ താമസിച്ച ഹോട്ടൽ ചിത്രത്തിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ട് ഈ സ്ഥലം വിടുകയാണ്. ഓക്കെ, ഇറക്കി എന്നെ എടുക്കുക നമ്മൾ പോകുന്നത്. ഓക്കെ, പോവാ. കയറി ചേച്ചി. ഷാനിനൊരു ചാനലുണ്ട്, ഷാനോസ് ബ്ലോഗ്. ഒന്ന് കയറി നോക്കണം. ഓക്കെ, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. അങ്ങനെ ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ട് നേരെ മടിക്കേരി ഗാർഡൻ പാർക്കിലേക്കാണ് പോകുന്നത്.
പാർക്കിലേക്ക് എത്താനായി എത്തി. നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാം. വണ്ടികളൊന്നും അതെങ്ങനെ എത്തിയില്ല. ഈ കൂർഗ് മടിക്കേരിൻ്റെ പ്രത്യേകത എന്താ അറിയോ? എല്ലാം ഈ തട്ടായിട്ടുള്ള ബിൽഡിങ്ങുകളാണ്. അല്ലാതെ പരന്ന സ്ഥലമല്ല, ഒരു പരന്നൊരു സ്ഥലമല്ല. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സ്റ്റെപ്പായിട്ടുള്ള സ്ഥലത്താണ് മിക്ക കെട്ടിടങ്ങളും ഇങ്ങനെ കാണാൻ പറ്റുന്നത്. അങ്ങനെ നമുക്ക് ആ പാർക്ക് ലക്ഷ്യമായിക്കൊണ്ട് പോകാം. അങ്ങനെ പരിപാടിയിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം തീരുമാനിച്ചത് ഓൾ കർണാടക ട്രിപ്പ്, അതായത് ഞങ്ങൾ വേറൊരു ബ്ലോഗേഴ്സിൻ്റെയൊക്കെ കൂടെ അത് ഫൈലായി. കാരണം അവർ തമ്മിൽ എന്തോ പ്രശ്നമായിട്ട് അവർ ചാനൽ തന്നെ ഡിലീറ്റ് ചെയ്തു. അതിന് ശേഷം പിന്നെ ഞങ്ങൾ അങ്ങ് പോകണമല്ലോ, അതിന് പോകണം എന്നൊക്കെ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ ഇവിടത്തേക്ക് വന്നത്. അപ്പോൾ ഞങ്ങൾ പ്ലാനിങ് ഇട്ടത് ഒരുപാട് സ്ഥലത്തേക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാനിങ് ഇട്ടത്. പക്ഷേ ഭയങ്കര തണുപ്പ് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. അപ്പോൾ ഈ ചെറിയ ഈ കുട്ടീനെല്ലാം കൊണ്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഞങ്ങളിങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഈ ഒരു പാർക്കൊക്കെ കവർ ചെയ്തിട്ട് നേരെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പോയിട്ട് കുറേ കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് കൗണ്ടറുണ്ട്, ചെറിയ ₹20 ഇതിൻ്റെ അകത്തേക്ക് പ്രവേശന ഫീസ്. അങ്ങനെ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നു, ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നു. മാസ്ക് ഇട്ടില്ലെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ അവർ സമ്മതിക്കുന്നില്ല. മാസ്ക് എന്തായാലും നിർബന്ധം. അതുപോലെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വന്ന സമയം ഇപ്പോൾ 11:30-12 മണി. ഈ സമയത്ത് എന്നാൽ ആരും ഉണ്ടാവില്ല. പിന്നെ വൈകുന്നേരമൊക്കെ കുറച്ച് ആളുണ്ടാവും. ഇപ്പോൾ ഈ സമയത്ത് എങ്ങനെയാണെന്ന് അറിയില്ല, ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ അവിടെ ഒരു ചെറിയൊരു ലൈറ്റൊക്കെ ഇട്ടിട്ട് മറ്റേ വാട്ടർ ഡാൻസ്, അതിൻ്റെ പേരൊക്കെ മറന്നുപോയി, എന്താ പറഞ്ഞത്, അതൊക്കെ ഉണ്ട്. എന്ത് ശാനത്? വലിയ പാമ്പ്, ആനക്കൊണ്ടല്ലേ? അങ്ങനെ നല്ലൊരു ആനക്കൊണ്ടൻ്റെ ഒരു മരത്തിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഒരു ഒട്ടകം. മശാന് എന്ത്? ഓ അതവിടെ ഒട്ടകത്തിന് ഇംഗ്ലീഷിൽ എന്തല്ല പറയുന്നത്? ക്യാമലുണ്ട്. എന്ത്? ക്യാമലാ? അത് ഡസ്റ്റ്ബിന്ന്. ചിച്ചിര് ഡൈനോസർ ഉണ്ടാ? ഓ അങ്ങനെ അങ്ങനെ ഷാനുവിന് വളരെയധികം സന്തോഷമായി അല്ലേ ഷാനു? അവിടെ നല്ല ക്യാമലുണ്ട്. അങ്ങനെ ക്യാമലിൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോസ് എടുക്കാം. ഫോണുണ്ട്. ആര് ഷാനത്? മങ്കി ഹായ് ആക്കുന്ന, ഹൈഫൈ ആക്കുന്ന. ഓ അങ്ങേറ്റത്തൊരു അമ്പലമുണ്ട്. ഫ്ലവർ ഗാർഡൻ.
നല്ല വ്യൂ കിട്ടുന്ന സ്ഥലമുണ്ട്. ഒന്നൊന്നര വ്യൂ മൊത്തത്തിൽ കാണാം. നമ്മൾ വന്ന റോഡ് കാണുന്നുണ്ടല്ലോ, അവിടെ കാണുന്നുണ്ടോ റോഡ്? അങ്ങനെ ഷാനൂസ് ബ്ലോഗിലേക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുത്തോണ്ട് അവരങ്ങനെ എടുക്കട്ടെ, നമുക്ക് അങ്ങോട്ട് പോകാം. നല്ല അടിപൊളി ക്ലൈമറ്റും അടിപൊളി സ്ഥലവും നല്ല എന്താ പ്രത്യേകിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ ഈ മറ്റേ ഗാർഡനിൽ സംഭവം ചെടികളൊക്കെ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നല്ല ഒരു ആകാശത്തിൻ്റെ കളറും അതുപോലെ ഇങ്ങനെ നല്ല ഹിപ്പോപ്പൊട്ടാമസിനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേ ടൈപ്പുള്ള മൃഗങ്ങളിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒട്ടകവും അതുപോലെ ജിറാഫും അങ്ങനെ ഒരുപാട് ജീവികളെ രൂപം കൂടെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഷാനുവിൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് അവനൊരുപാട് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ ചാനലും കൂടി എല്ലാവരും ഒന്ന് കാണണം കേട്ടോ, ഷാനൂസ് ബ്ലോഗ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ട് അതിന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതിലൊരുപാട് അവൻ്റെ കുറേ കാര്യങ്ങൾ, പിന്നെ ഷബ്നാൻ്റെ ഒരുപാട് ഹെൽത്ത് ടിപ്സുകളും കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ട്. നിങ്ങളെല്ലാവരും കാണുക. അപ്പോൾ നമുക്ക് ആ വ്യൂ പോയിന്റിലേക്ക് പോവാം. നമുക്ക് ദൂരെ നിന്നുള്ള വ്യൂ ഒക്കെ നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും. നല്ല പച്ചപ്പുകളൊക്കെ താഴെ കാണാം. അങ്ങനെ മാനകളും പുലികളും മയിലുകളൊക്കെ നമുക്ക് ജീവനില്ലാത്ത വീടെ കാണാം. ജീവനുള്ളതൊന്നും കാണാൻ പറ്റില്ല. ഓക്കെ, നല്ല പ്ലേസ് അല്ലേ? നല്ല സൂപ്പർ പ്ലേസ് ആയിരുന്നു. ഇവിടെ ഷാനൊരു വീഡിയോ എടുത്തുകൊണ്ട് അത് എന്തായെന്ന് അറിയില്ല. നമുക്ക് അവിടെ പോവാം. ഓക്കെ, പോയിട്ട് നോക്കാം. അവർ വീഡിയോ കംപ്ലീറ്റ് ആയെന്നറിയില്ല. നമുക്ക് പോയി നോക്കാം. ഓക്കെ,
ഇവിടെ രാത്രി വാട്ടർ ഡാൻസ് ഒക്കെ ഉണ്ടാവും. ഈ സംഭവം ലൈറ്റൊക്കെ ഇട്ടിട്ട് വെള്ളത്തിലൊക്കെ ഇങ്ങനെ മ്യൂസിക് ഇട്ടിട്ട് അവെല്ലാം ഡാൻസ് ചെയ്യുന്നതിൻ്റെ എന്താ പേര് ഇതിന്? എനിക്ക് പേരും മറന്നു ഇതൊക്കെ. അങ്ങനെ നമ്മൾ നേരെ ആനൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മുടെ ഇസ്നവും ഷാനും പിന്നെ അവരെല്ലാം ഇവിടെ ആനൻ്റെ അടുത്ത് വ്ളോഗ് ചെയ്യുന്നുണ്ട്. ആ നിങ്ങൾ ആരുണ്ടായിനി? വീഡിയോസ് ഒക്കെ എടുത്താ? തമിഴിലിടെ ഫോട്ടോ എടുത്താ? ആ ചെറിയൊരു ട്രെയിനുണ്ടായി കുട്ടികളെ കളിക്കാൻ വേണ്ടിയില്ല. അതിപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു. രാജാ സീറ്റ് പാർക്കിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഏകദേശം 11 മണിക്ക് പോയത്, 8 മണിയായി. സമയം പോയതേ അറിഞ്ഞില്ല. അങ്ങനെ അപ്പോൾ നമ്മൾ നേരെ പിന്നെ നാട്ടിലേക്ക്. നമ്മൾ പ്ലാനൊക്കെ ചേഞ്ച് ചെയ്യും. ഞാൻ നേരെ നാട്ടിലേക്ക്. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല വെയിലുണ്ട്, നല്ല തണുപ്പുണ്ട്. തിരിച്ചു വന്നിപ്പോൾ സുള്ളി എത്തി. ഇനി 46 കിലോമീറ്ററാണ് ഞങ്ങളുടെ നാട്ടിലേക്കുള്ളത്. അങ്ങനെ ഇപ്പോൾ സമയം 3 മണി. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ വന്നു. അപ്പോൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുഡ് ഇപ്പോൾ വരും. ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ നമ്മളെ ഫുഡ് വന്നിരിക്കുകയാണ്. ബിരിയാണി, ചിക്കൻ ബിരിയാണി, അതുപോലെ ചിക്കൻ ടിക്ക, ഷാൻ ലെഗ് പീസ്, ഇതിന് എനിക്ക് പീസ്. ഓക്കെ, റെഡി. അപ്പോൾ ഞങ്ങൾ ഫുഡ് വന്നിട്ടുണ്ട്. ഇത് കഴിച്ചിട്ട് ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ കാണാം. അതുവരെയും